പൊന്നുമക്കളെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഷാനവാസ് ഈ പറയുന്ന ലാലേട്ടൻ്റെ അടുത്താണ്. അതായത് ശനിയാഴ്ച കാണിക്കുമോ ഞായറാഴ്ച കാണിക്കുമോ എന്ന് നമുക്കറിയില്ല. ഫുള്ള് ഫിറ്റായി നല്ല അടിപൊളിയായി മാസ്സായി നമ്മുടെ ഷാനവാസ് റീ എൻട്രി ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും പറയുന്നത്, അതായത് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച്, അതായത് നമുക്ക് കിട്ടുന്ന വിവരം ഈ പറയുന്ന സൺഡേ എപ്പിസോഡിലാണ് നമ്മുടെ ഷാനവാസ് തിരിച്ചു വരുന്നത് എന്നാണ്. ശനിയാഴ്ച കാണിക്കൂല എന്നാണ് പറയുന്നത്. മാസ്സായ ഒരു വലിയൊരു റീ എൻട്രിയാണ് നമ്മുടെ ഷാനവാസിന് കൊടുക്കുന്നത്. ഒരു കാര്യം പറയുകയാണ്, നെവിനും ഇതിൽ പെടുകയാണ്. അതായത് ഷാനവാസ് നെവിനെ പുറത്താക്കണമെന്ന് പറഞ്ഞാൽ നെവിൻ പുറത്താവും. ഓക്കെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കാം. അങ്ങനെ ആരാണ് പുറത്തായത് എന്ന് 100% കൺഫേം ആയിട്ടുണ്ട്. ഞാൻ 2 പേര് പറയാം. കാരണം നമുക്ക് പുറത്തായവൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. ഏഷ്യാനെറ്റ് അതായത് കേസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വെച്ച് തരാം, നിങ്ങൾ നോക്കൂ. അതായത് ആരാണ് പുറത്തായത് എന്ന് ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ തന്നെ ഇല്ലാതാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ആരെന്ന് ഞാൻ പറയുന്നില്ല, 2 പേരുടെ പേര് പറയും. അതിൽ ഒരാൾ ഉറപ്പായിട്ടും 100% പുറത്തായിട്ടുണ്ട്. പൊന്നുമക്കളെ, നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യം ഇന്നത്തെ പ്രൊമോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എന്താണ് നെവിന്റെ പ്രശ്നം, പറയൂ. ഒന്നുമില്ലെന്നാ? നെവിന്റെ പ്രോബ്ലം എന്താണ്, ഞാൻ കൂടെ പറഞ്ഞു തരൂ. അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ചായിരുന്നു. അത് കഴിഞ്ഞാൽ ഇത് വളരെ മോശമായ കാര്യമാണ്. അത് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. ഇതിനെ കുറിച്ച് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആര് പറഞ്ഞാലേ ഇത് എൻ്റെ സ്പേസ് ആണ്, എനിക്ക് ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു. പൊന്നുമക്കളെ, നമ്മുടെ ലാലേട്ടൻ ഇത്തിരി മയത്തോടെയാണ് സംസാരിച്ചത്. കാരണം അതൊരു ഗെയിമാണ്. ഗെയിമിൻ്റെ ഭാഗമായിട്ട് നെവിൻ കളിച്ചതെന്ന് ലാലേട്ടൻ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ ഒന്നും കൂടി സ്ട്രോങ് ആയി ഉഷാറായി ചോദിക്കണമായിരുന്നു. ലാലേട്ടൻ ചോദിച്ചത് ഇത്തിരി മയത്തോടെ ചോദിച്ചു എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന ഷാനവാസ് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള കാരണം അനുമോളാണ്. കാരണം വെസലിൻ്റെ ക്യാപ്റ്റന് അനുമോളാണ്. വെസൽ ക്ലീൻ ചെയ്യേണ്ടത് അനുമോളാണ്. അപ്പോൾ അനുമോൾ പറഞ്ഞതാണ് ഷാനവാസിനോട്, ഞാൻ ക്ലീൻ ചെയ്യൂല, അവർ കുക്കിംഗ് ശരിയാവുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അനുമോളാണ് ക്ലീൻ ചെയ്യാത്തതൊക്കെ. അതിനെ തുടർന്നാണ് ഷാനവാസും നെവിനും ഒക്കെ ഇങ്ങനെ വാക്ക് തർക്കമായതും പാലിൻ്റെ കുപ്പി എറിയാനൊക്കെ കാരണം ഈ പറയുന്ന അനുമോളാണ്. അതാണ് ലാലേട്ടൻ ഇന്ന് ഈ പറയുന്ന അനുമോളോട് നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നു, നിന്റെ വീടാണോ ഇത്? അല്ലല്ല, പിന്നെ എന്തുകൊണ്ട്? ലാലേട്ടൻ ഒരു സീസൺ മുതൽ 7 സീസൺ വരെ ഇതുവരെയും ആരും ചെയ്യാത്ത പ്രവൃത്തിയല്ലേ അനുമോൾ ചെയ്തത് എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. കാരണം എന്താണ്? നിങ്ങൾ തന്നെ, അതായത് ബിഗ് ബോസ് വീട്ടിൽ എത്ര വൃത്തികെട്ട ക്യാപ്റ്റന്മാരായാലും അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. അപ്പോൾ അനുമോൾ അവിടെ അതായത് വെസൽ ക്ലീൻ ചെയ്തതുമല്ല, അതിനുശേഷം സെപ്പറേറ്റായി ഫുഡ് ഉണ്ടാക്കി, അതൊക്കെ നമ്മൾ വീടാണെങ്കിൽ ഫൈൻ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റുണ്ടോ? ഇല്ല. അതൊക്കെയാണ് ലാലേട്ടൻ ഇന്ന് അനുമോളോട് ചോദ്യം ചെയ്തത്. പഞ്ഞി കിട്ടിയിട്ടുണ്ട്, നെവിനെയും അത്യാവശ്യം പഞ്ഞി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അക്ബറിനെ ആര്യനൊക്കെ കുടഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. നമ്മുടെ അനീഷിന് വലിയ രീതിയിൽ സ്ക്രീൻ സ്പേസ് ഇന്ന് കിട്ടിയിട്ടില്ല. കാരണം ഈ വീക്ക് അനീഷ് കുറച്ച് നന്മമരമായിരുന്നു. അതുകൊണ്ട് അനീഷിന് വലിയ കാര്യമായ സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ആരാണ് പുറത്തായത്? ഒരു കാര്യം ഞാൻ പറയുകയാണ്, ആര്യൻ അല്ലെങ്കിൽ അക്ബർ. ഇതിൽ 2 പേരിൽ ഒരാൾ 100% പുറത്തായിട്ടുണ്ട്. എൻ്റെ പ്രഡിക്ഷനിൽ ഞാൻ വിചാരിക്കുന്നത് അക്ബർ ആയിരിക്കും പുറത്താവുന്നത് എന്നാണ്. പക്ഷേ വാർത്ത വരുന്നത് ആര്യൻ പുറത്തുപോയി എന്നാണ്. സാബുമോൻ സേവ്ഡ് ആണ്, നെവിൻ 100% സേവ്ഡ് ആണ്. ആരാണ് പറഞ്ഞത്? ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ പേജ് ഉണ്ടല്ലോ, ഈ പേജിൽ നിന്നാണ് ബിഗ് ബോസിന്റെ എല്ലാ എവിക്ഷനും ക്ലിയറായി കൃത്യമായിട്ട് വരുന്ന ഒരു പേജാണ്. ഈ പേജിൽ നിന്ന് വന്ന വാർത്തയാണ്, അതായത് ആര്യൻ പുറത്തായി നിന്ന്. എനിക്ക് ഇന്നലെ കിട്ടിയ ഇൻഫർമേഷൻ അക്ബർ പുറത്തായി എന്നാണ്. നോക്കാം നമുക്ക് ഈ ഒരു വാർത്തയുടെ ചെറിയൊരു ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏഷ്യാനെറ്റ് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊരു ചാനലാണ്. അതിൽ വീണ്ടും, അതായത് ഏഷ്യാനെറ്റ് കേസ് കൊടുത്താലും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ വാർത്ത വിടുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ചാനലിൽ നിന്ന് വാർത്ത വരുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം അവരെന്താണ് പറയുന്നത്. ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്. ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ശനിയാഴ്ചയിലെ എപ്പിസോഡിൽ എവിക്ഷൻ ഇല്ലായിരുന്നു. ഈ പറയുന്ന ഞായറാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിലാണ് എവിക്ഷൻ ഉണ്ടായത്. ആര്യൻ കത്തോരിയ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഞെട്ടിക്കുന്ന പൊന്നുമക്കളെ, ഇവർ തന്നെയാണ് ലക്ഷ്മി പുറത്താവുന്ന കാര്യവും അപ്പാനി, ശരത്ത്, മസ്താനി ഇവരെല്ലാം പുറത്താവുന്ന കാര്യം ഈ ചാനലാണ് ആദ്യം പുറത്തുവിടുന്നത്. അപ്പോൾ ഈ ചാനലിനെതിരെ ഏഷ്യാനെറ്റ് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വന്നതാണ്. ഇപ്പോൾ കൊടുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ ചാനലിൽ വന്നത് ആര്യൻ പുറത്തായി എന്നാണ്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അക്ബർ പുറത്തായി എന്നാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ട്, അക്ബർ അല്ലെങ്കിൽ ആര്യൻ, അത് ഉറപ്പാണ്. സാബുമോൻ സേവാണ്, നൂറ സേവാണ്, ആദിലാഫ് തുടങ്ങിയ എല്ലാവരും സേവാണ്. അതായത് എനിക്ക് തോന്നുന്നത് അവിടെ 2 പേര് നിർത്തുമല്ലോ,
ആര്യൻ അല്ലെങ്കിൽ അക്ബർ രണ്ടുപേരും ഇങ്ങനെ നിർത്തിയിട്ട് ഇവരിൽ ഒരു പേര് എൻ്റെ അടുത്തേക്ക് വരാമെന്നാണ് എൻ്റെ പ്രഡിക്ഷനിൽ. ഞാൻ ഉറച്ചു നിൽക്കുന്നു, അക്ബറാണ് എൻ്റെ പ്രഡിക്ഷനിൽ പുറത്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടനെ മറ്റൊരു വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ.